ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൈഡ് റൈസ് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 6 കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ നമുക്കതൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ്റെ ബോൺലെസ് പീസുകൾ നമ്മൾ സാധാ മസാലകൾ തേച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഓയിലിലേക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ പാനിലേക്ക് തന്നെ അതേ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു 80% മാത്രം വെന്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കേബേജും അതേപോലെ തന്നെ ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ലാസ്റ്റ് ഫൈനലി നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു പണിയില്ല. നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ എഗ്ഗും നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 കൈയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു കൈ കൊണ്ട് വെറുതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും. ഒരു 85% മാത്രമാണ് നമ്മൾ ഈ റൈസ് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഫ്രൈഡ് റൈസിനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇത്രയും വേവ് വേണ്ടതുള്ളൂ കേട്ടോ. ഇത് ഞാൻ 2 ബാച്ചാക്കി ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയേ വേണ്ടൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫൈനലായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ കുറച്ചും കൂടി അരിഞ്ഞത് മേലെ കൂടെ ഒന്ന് തൂവി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇനിയും എളുപ്പവും രുചികരവുമായ റെസിപ്പികൾക്ക് സബീസ് ഡെയിലി സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്